ചതുശ്ലോകി ഭാഗവതത്തെ പകർന്നു കൊടുത്തു അല്ലേ? ആ ഭാഗവതം ചതുശ്ലോകി പകർന്നു കൊടുത്ത നാരദരാണ്. നാരദർക്ക് ഈ ഭാഗവതത്തെ എവിടെ നിന്ന് കിട്ടി? പിതാവായ ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മാവിനോ? സാക്ഷാൽ നാരായണനിൽ നിന്ന്. നാരായണനോ? അവിടെയാണ് നമ്മളൊരു കാര്യത്തിലേക്ക് വരേണ്ടത്. അഹന്തയില്ലാതെ, കർത്തൃത്വ ഭാവമില്ലാതെ കാര്യങ്ങളെ അവതരിപ്പിക്കുന്നവരാണ് മഹാത്മാക്കൾ. അതുകൊണ്ട് ഭഗവാൻ പറയുന്നു, പണ്ടേ ഇങ്ങനെയാണ് പൂർവികര് മഹാത്മാക്കൾ പറഞ്ഞിട്ടുള്ളത്, മനസ്സിലായില്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് മഹാവിഷ്ണു ബ്രഹ്മാവിനോട് പറയുന്നത്. കാരണം അവിടെ ഈ ശ്രീകൃഷ്ണന്റെ പേര് പറയേണ്ട ആവശ്യമില്ലല്ലോ, തത്വമാണ്. അതാണ് ബ്രഹ്മാവ് നാരദർക്ക് പറഞ്ഞു. നാരദ ചതുശ്ലോകിയായി വ്യാസനോട് പറഞ്ഞു. വ്യാസൻ അവിടെ കൃഷ്ണ തത്വത്തിലേക്ക് ചേർത്ത് അതിനെ അവതരിപ്പിച്ചു. അപ്പൊ ഇങ്ങനെ കേട്ടു. അത് കഴിഞ്ഞിട്ട് ഈ ഭാഗവതം രചിക്കാൻ വേണ്ടി അദ്ദേഹം വ്യാസൻ തയ്യാറാകുന്ന വേളയിൽ ഭാഗവതത്തിന്റെ മഹത്വത്തെ ഒന്നുകൂടി ഉറപ്പിച്ചു കൊടുക്കാൻ വേണ്ടി, ഭാഗവതത്തിന്റെ മഹത്വമുണ്ട്, അതൊന്നുകൂടി വെളിപ്പെടുത്തി നമ്മളിലേക്ക് കൂടി ശക്തമാക്കാൻ വേണ്ടി അവിടെ വ്യാസൻ തൻ്റെ പൂർവജന്മ കഥ കൂടി പറഞ്ഞു. ഒരു സാക്ഷ്യപ്പെടുത്തൽ. സാക്ഷ്യപ്പെടുത്തൽ എന്താ? അനുഭവിച്ച ആള് അനുഭവത്തെ പറയുമ്പോൾ നമുക്ക് വിശ്വാസം കൂടുവോ കുറയുമോ? മനസ്സിലായില്ലേ? അനുഭവിച്ച് പറയുമ്പോൾ വിശ്വാസം കൂടും. ഒരു കടയിൽ കയറി ഫുഡ് കഴിച്ചു, അയാൾ വന്ന് 10 പേരുടെ നല്ല ഫുഡാണ്, അത് കേൾക്കുമ്പോൾ അല്ലേ മറ്റുള്ളവർക്ക് അവിടെ പോകണം താല്പര്യം വരുന്നത് അല്ലേ? ഒരാളൊരിടത്ത് വരുന്നതിന് വാങ്ങി നല്ല സാധനമാണ്, ആ സാക്ഷ്യപ്പെടുത്തൽ വരുമ്പോൾ ഒരു ഇത് വരത്തില്ലേ? അത് മനസ്സിലായില്ലേ? അപ്പൊ സാക്ഷ്യപ്പെടുത്തൽ വളരെ പ്രധാനമാണ്. അപ്പൊ ഈ സാക്ഷ്യപ്പെടുത്തൽ എന്ന് പറഞ്ഞാൽ വ്യാസൻ തൻ്റെ തന്നെ പൂർവ്വവൃത്താന്തത്തെ പറയുകയാണ്. എന്താ വ്യാസന്റെ പൂർവ്വവൃത്താന്തം? വ്യാസൻ പറയുന്നു, പൂർവ്വജന്മത്തിൽ ഞാനൊരു ദാസി പുത്രനായിരുന്നു. ആ ദാസി പുത്രനായി ഇരിക്കുന്ന വേളയിൽ തൻ്റെ അമ്മ മറ്റ് വീടുകളിൽ പണിക്ക് ഒരാളെ ദാസി എന്ന് പറയാം, ജോലിക്ക് പോകും. അമ്മയും താനും മാത്രമല്ലോ. അച്ഛനെ വളരെ കുഞ്ഞുനാളിലെ നഷ്ടപ്പെട്ടു. 5 വയസ്സിനടുത്ത് പ്രായമേ എനിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ കുഞ്ഞായിരിക്കുന്ന സമയത്ത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള ബന്ധം നമുക്കൊക്കെ അറിയാലോ അല്ലേ? അമ്മ എവിടെ പോയാലും കൂടെ ആരുണ്ടാവും? വിളിച്ചാലും വിളിച്ചില്ലേലും കുഞ്ഞുണ്ടാവും അല്ലേ? കുഞ്ഞിനി എങ്ങോട്ടെങ്കിലും പോയാൽ അല്ലേ, അമ്മയും പുറകിൽ കുറച്ചു നേരം കഴിഞ്ഞാൽ എവിടേക്ക് പോകും? കുഞ്ഞിരിക്കുന്നിടത്തേക്ക് പോകും. കാരണം എന്താ? ഇതങ്ങനെ ഒരു പ്രത്യേകത, ഒരു ബന്ധമാണ് അമ്മയും കുഞ്ഞും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അമ്മയെ വേറിട്ട് തനിക്കും തന്നെ വേറിട്ട് അമ്മയ്ക്കും മറ്റൊരു ജീവിതം ഇല്ല. അതുകൊണ്ട് അമ്മ ജോലിക്ക് പോകുന്ന വീട്ടില് അമ്മയോടൊപ്പം എല്ലാ ദിവസവും അമ്മയോടൊപ്പം ആരും പോകും? ഈ കുട്ടിയും പോകും. അങ്ങനെ ദാസീപുത്രനും പോകും. അങ്ങനെ ഇരിക്കെ ഒരു നാൾ ആ അമ്മ ജോലിക്ക് പോകുന്ന വീട്ടില് അവിടെ കുറെ മഹർഷിമാര് വന്നു ചേർന്നു. അവരുടെ ഈ മഹർഷിമാരുടെ ജീവിതത്തിൽ ചാതുർമാസ്യ വ്രതം എന്നൊരു വ്രതമുണ്ട്. ചാതുർമാസ്യ വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, ഇവരെപ്പോഴും യാത്ര ചെയ്യുന്നവരാണ് സന്യാസിമാര്. അപ്പൊ ഇവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത സാഹചര്യം, പ്രതികൂല കാലാവസ്ഥയുള്ള സമയത്ത്, മനസ്സിലായില്ലേ, ആ സമയത്ത് ഇവർ യാത്ര ഒഴിവാക്കും. അപ്പൊ യാത്ര ഒഴിവാക്കിയിട്ട് സമയം വെറുതെ കളയേണ്ട ആവശ്യമുണ്ടോ? ഉണ്ടോ? എന്താ കാരണം? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് എന്താണ്? ജീവിതത്തിൽ സമയമാണ്. മനസ്സിലായില്ലേ? ബാക്കി എന്ത് നമുക്ക് പിന്നീട് എപ്പോഴും വാങ്ങാം, പക്ഷെ സമയം വാങ്ങാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഒരു സമയവും വിവേകികൾ എന്ത് ചെയ്യില്ല, പാഴാക്കി കളയില്ല. ആ സമയം ഇവരെന്ത് ചെയ്യും? ഒരുമിച്ചിരുന്ന് ജ്ഞാനസംബന്ധമായ ചർച്ചകൾ ചെയ്ത് കൂടുതൽ അറിവ് നേടും. അതാണത് വ്രതം എന്ന് പറഞ്ഞത്. മനസ്സിലായില്ലേ? ചാതുർമാസം 4 മാസത്തെ വ്രതമാണ്. അപ്പൊ ഒരുമിച്ച് താമസിക്കാൻ, പ്രതികൂലമായ സാഹചര്യത്തിൽ യാത്ര ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലത്ത് സമയം കൂടുതൽ ഈശ്വര ചിന്തയ്ക്ക് വേണ്ടി ഉപയോഗിക്കും. അതായത് അവിടെ ഒരു സത്സംഗമായി മാറും. അങ്ങനെ ഒരുമിച്ച് കൂടുന്ന വേണ്ടിയിട്ട് ഇവര് വന്നു ചേർന്ന ഈ വീട്ടിലാണ്. അപ്പൊ ആ വീട്ടിലുള്ള ആള് യജമാനന് ഇവരെയൊക്കെ താമസിപ്പിക്കാനുള്ള സൗകര്യമുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വീട്ടിൽ അദ്ദേഹം സൽക്കരിച്ചു. അതിഥിമാരായി ഇവരെ താമസിപ്പിക്കാൻ അനുവദിച്ചു. അത് കഴിഞ്ഞ് ഇവരെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടി ഇവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം, വെള്ളം, മറ്റു പൂജാകാര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കാൻ ആരെ ഏൽപ്പിച്ചു? ഈ ദാസിയെ ചുമതലപ്പെടുത്തി. അന്ന് മുതൽ ആ ദാസിയുടെ ഡ്യൂട്ടി ഇവർ പോകുന്ന കാലം വരെ ഇവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുക എന്ന് ആര് പറഞ്ഞു? യജമാനൻ പറഞ്ഞു. അമ്മ ആ ജോലി ഏറ്റെടുത്തതോടുകൂടി അമ്മ പറയാതെ തന്നെ സ്വയമേവ ആരും കൂടി അതിൻ്റെ കൂടെ കൂടി, കുട്ടിയും കൂടി. അങ്ങനെ ഒരു പ്രത്യേകതയില്ലേ?
നമ്മളെയൊക്കെ വീട്ടിൽ കുഞ്ഞുനാളിൽ കുട്ടികൾ അമ്മ ഏത് പണി ചെയ്താലും കൂടെ സഹായിക്കാൻ കൂടത്തില്ലേ? അമ്മ വിറവെടുത്തുകൊണ്ട് പോകുമ്പോൾ അവൻ എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പോലും അവൻ വേറെ വിറവിൻ്റെ തുമ്പത്ത് പിടിച്ച് വലിച്ചു കൂടെ കൊണ്ടുപോകാൻ ശ്രമിക്കും. അമ്മ ഒരു ബക്കറ്റിൽ കൊണ്ടുവന്ന് വെള്ളം ചെടികൾ കുഴിക്കുകയാണെങ്കിൽ അല്ലേ, അവന് മഗ് കിട്ടിയില്ലെങ്കിൽ അവൻ കൈ കൊണ്ടെങ്കിലും കോരിക്കൊണ്ട് എന്ത് ചെയ്യും? ചെടികൾ കുഴിക്കും. അമ്മ ചൂല് കൊണ്ട് മുറ്റം അടിക്കുകയാണെങ്കിൽ അവൻ കൈ കിട്ടുന്ന കമ്പെങ്കിലും എടുത്ത് കയ്യിൽ അടിച്ചു കൊടുക്കും. ചെയ്തില്ലേ? മനസ്സിലാവുന്നുണ്ടോ? അമ്മ പറയാതെ തന്നെയല്ല ചെയ്യും. പക്ഷെ വളർന്നു കഴിഞ്ഞാലോ അമ്മയുടെ നടു ഒടിഞ്ഞാൽ പോലും ഇരിക്കുന്നിടത്തൊന്നും എഴുന്നേക്കൂ. മനസ്സിലായില്ലേ? അപ്പം വളർന്നപ്പോൾ നമ്മൾ നന്നായോ മോശമായോ? സ്വയം ഒന്ന് സമ്മതിക്കുക. ഓരോ നാണക്കേടില്ല, മോശമായി. പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാവുന്നു. നമ്മളിലെ പല സദ്ഗുണങ്ങളെയും ഉപേക്ഷിച്ചിട്ടാണ് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആവരുത്. മനസ്സിലായോ? അപ്പൊ കുട്ടിക്കാലത്തപ്പോൾ പറയും വേറെ പണിയൊന്നും ഇല്ലല്ലോ, അമ്മയുടെ കൂടെ അടക്കലാണെന്നുണ്ടല്ലോ. ശരിയാണ്, വേറെ പണിക്ക് പോകാത്ത സമയങ്ങളിൽ നമുക്ക് സാധിക്കുന്ന കാര്യങ്ങളിൽ എപ്പോഴും മാതാപിതാക്കൾക്ക് തുണയായി നിൽക്കാൻ ആർക്ക് സാധിക്കണം? മക്കൾക്ക് സാധിക്കണം. അല്ലേ? നമ്മൾ ആവശ്യപ്പെടാതെ അല്ലേ, നമുക്ക് ആരോഗ്യമില്ല, നമുക്കതിനുള്ള കഴിവില്ലാത്ത കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടവരാണ് ആര്? നമ്മുടെ മാതാപിതാക്കൾ. ഏറ്റവും കൂടുതൽ ആശ്രയം വേണ്ടിയ ജന്മം മനുഷ്യന്റെ ജന്മമാണ്. നിങ്ങളെ വീട്ടിലൊരു പട്ടിയോ പൂച്ചയോ പ്രസവിച്ചു നിങ്ങളൊന്ന് സങ്കല്പിച്ച് നോക്കേ. ഒരു 2 മണിക്കൂർ കഴിയുന്നതിന് മുമ്പ് അത് എഴുന്നേറ്റ് തള്ളയെടുത്ത് പോയി തനിയെ പാല് കുടിക്കില്ലേ? കുടിക്കുമോ? ഒരു പശുവോ ആടോ പട്ടിയോ പൂച്ചയോ കുടിക്കില്ലേ? മനുഷ്യന്റെ അവസ്ഥയോ? പെറ്റിട്ട് കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞാൽ പോലും എഴുന്നേറ്റ് ഇന്ന് അമ്മയുടെ അടുത്തോട്ട് പോയിരുന്നൊരു പാല് കുടിക്കാൻ പറ്റുമോ? അവിടെ കിടന്ന മാക്കോ എന്ന് കരയാനല്ലാതെ വേറെ എന്തെങ്കിലും കൊള്ളാവോ? ആ സമയത്തൊക്കെ നമ്മളെ ശുശ്രൂഷിച്ച് പരിപാലിച്ച് അല്ലേ നമ്മളെ കൊണ്ടു നടന്നതാരാ? നമ്മുടെ അമ്മയും അച്ഛനും. അവരുടെ മഹത്വത്തെ അറിയാതെ പോകരുത് ജീവിതം. നമ്മൾ ലോകത്ത് എന്ത് നേടിയാലും ആ ഏത് ഈശ്വരനെ അറിഞ്ഞാലും അതിനുമെല്ലാം മുകളിലാണ് മാതാപിതാക്കളെ അറിയുക എന്ന് പറയുന്നത്. നമ്മുടെയൊക്കെ പ്രത്യക്ഷ ഈശ്വരൻ ആരാണെന്ന് ചോദിച്ചാൽ അത് ഗുരുവായൂരപ്പനും അയ്യപ്പനും ഭദ്രകാളിയും ചാമുണ്ടിയും ദുർഗയും സരസ്വതിയും ഒന്നുമല്ല. അവരൊക്കെ ആയിക്കോട്ടെ, പക്ഷെ ആദ്യം ആരായിരിക്കണം? മാതാപിതാക്കളായിരിക്കണം. മനസ്സിലായില്ലേ? എന്താ ഭാഗവതയജ്ഞത്തിന്റെ ഒക്കെ പ്രാധാന്യം എന്ന് മനസ്സിലായോ? ചില പറയും ഭാഗവതയജ്ഞമൊക്കെ എന്തിനാ കേൾക്കുന്നത്? അത് കേട്ടതുകൊണ്ട് എന്താ കുറെ സമയം പോകില്ല. ജീവിതത്തിൽ അറിയേണ്ട കാര്യങ്ങളെ അറിഞ്ഞ് ആ ജീവിത മൂല്യങ്ങളെ ഉൾക്കൊണ്ട് വളരാൻ സാധിക്കും. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഭാഗവതമൊക്കെ യഥാർത്ഥത്തിൽ പകരേണ്ടത് തല നരച്ചതിന് ശേഷമല്ല, തല നരയ്ക്കുന്നതിന് മുമ്പേ പകരേണ്ടതാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ് ആദ്യമേ പകരേണ്ടത്. കാരണം അവരിലൂടെയാണ് പരിവർത്തനം വരേണ്ടത്. നമ്മളൊക്കെ ഇനി അറിഞ്ഞാൽ എന്ത് ചെയ്യും? കുറച്ചു നേരം നാരായണ 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 അല്ലേ? അപ്പോഴത്തേക്ക് ലോട്ടറി അടിക്കും. നാരായണ എന്ന വാക്ക് അജാമ്ലന്റെ മോക്ഷം വരുമ്പോഴത്തേക്ക് പോവാം. അത് തന്നെ, അത് അജാമ്ലന്റെ മോക്ഷം വരും. ഓരോന്നിനും ഓരോ ഭാഗമുണ്ട്. നമ്മളെല്ലാം കൂടെ എടുത്ത് ഒറ്റയടിക്ക് കയറി വന്നാൽ ഇതാവും. അപ്പോൾ നമ്മൾ വളരെ സ്ലോവിലാണ് പോകുന്നത്. അതുകൊണ്ടാണ് എല്ലാം കൂടെ എടുത്ത് ചർച്ച ചെയ്യുന്നത്. നാരായണൻ എന്ന് പറയുമ്പോൾ നാരത്തിൽ അയനം ചെയ്തവൻ. നാരം എന്ന് പറഞ്ഞാൽ ജലം എന്ന അർത്ഥമുണ്ട്, അത് ജ്ഞാനം എന്ന അർത്ഥമുണ്ട്. നമ്മൾ എടുക്കേണ്ട അർത്ഥം ജ്ഞാനം എന്നാണ്. നാരദനും നാരായണനും തമ്മിൽ സാമ്യമുണ്ട്. രണ്ടിലും നാരാ ശബ്ദമാണ്. അതുകൊണ്ടാണ് നാരായണനെ കളിയാക്കുന്നതിന് തുല്യമാണ്, അപമാനിക്കുന്നതിന് തുല്യമാണ് നാരദനെ മോശക്കാരനെന്ന് ധരിക്കുന്നത്. നമ്മളൊക്കെ ഇപ്പം നാട്ടിൻപുറങ്ങളിൽ അല്ലേ പരദൂഷണം പറയുന്ന തമ്മിലടിപ്പിക്കുന്ന ആളിനെ കണ്ടിട്ട് നാരദ എന്ന് വിളിക്കും. ഏറ്റവും വലിയ ഈശ്വര നിന്ദയാണത്. നാരദനെ നിന്ദിക്കുക എന്ന് പറയുന്ന ശബ്ദത്തെ നിന്ദിക്കുന്നത് വിഷ്ണുവിനെ നിന്ദിക്കുന്നതിന് തുല്യമാണ്. കാരണം നാരായണ എന്ന നാമം ഏറ്റവും കൂടുതൽ ജപിക്കുന്ന ആളാരാണ്? നാരദനാണ്. അത്രയും ജപിച്ച നാരദൻ നല്ലവനായിട്ടില്ല, മോശക്കാരനാണെന്നാണ് നമ്മൾ പറയുന്നതെങ്കിൽ